നമ്മളിപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണുള്ളത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് മൂത്ര തടസ്സം നേരുക, മൂത്രം ഒഴിക്കുന്നതിന്റെ ശക്തി കുറയുക, ഇൻഫെക്ഷൻ വരിക, ബ്ലോക്ക് ആയിട്ട് ട്യൂബ് ഇടേണ്ട സാഹചര്യം വരിക എന്നിവ ഉണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റിന്റെ വീക്കത്തിന്റെ ലക്ഷണമായിരിക്കാം. ഡോക്ടർ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രോസ്റ്റേറ്റ് വീക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാശ്വത പരിഹാരം ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇപ്പോൾ ഉണ്ട്. ഞാനിവിടെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ലേസർ ചികിത്സ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദിസ് ദ ലേസർ മെഷീൻ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലേസർ മെഷീൻ. 160 വാട്ട് ആണ്. 160 വാട്ട്സ് ഫസ്റ്റ് ടൈം ഇൻ കേരള. ഈ മെഷീൻ ഉപയോഗിച്ച് ബ്ലീഡിംഗ് ഇല്ലാണ്ട് 1-2 ദിവസം കൊണ്ട് പെർമനന്റ് പ്രോസ്റ്റേറ്റ് ചികിത്സ ചെയ്യാൻ പറ്റും. This is the latest minimally invasive treatment for benign enlargement of prostate. This is a stapler which we can fire the clips into the prostate and prostatic urethra gets widened, by which patient is able to pass urine nicely, and this is preferred for younger patients where we can discharge the patient on the same day evening. Main benefit of this is no sexual side effect. അങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ സയൻസിന്റെ റേഞ്ച് തന്നെ വേറെ കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഈ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഈ ഒരു ടീമില്ലേ, 7000-ലധികം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെന്റും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തോളാൻ പറഞ്ഞോളൂ കേട്ടോ. താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും.